എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. 21-ാം വാക്യം മാത്രം വായിക്കട്ടെ. മകൻ അവനോട്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സുവിശേഷത്തിൻ്റെ ശക്തിയും രൂപാന്തരീകരണത്തിൻ്റെ സൗന്ദര്യവും വിളിച്ചോതുന്ന വേദഭാഗമാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. ഏത് അധമാവസ്ഥയിൽ കഴിയുന്ന വ്യക്തിയിലും ദൈവസ്നേഹത്തിൻ്റെ കിരണങ്ങൾ പതിയുമ്പോൾ ശാശ്വതമായ വ്യതിയാനങ്ങൾ ഉളവാകും എന്നതിൻ്റെ നേർസാക്ഷ്യം കൂടിയാണ് ഈ ഉപമ. ഇതിൻ്റെ പശ്ചാത്തലം ലൂക്കോസ് 15:1 കാണുന്നു. ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വചനം കേൾപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു. ഇത് കണ്ട പരീശന്മാർ യേശുവിനെ നിശിതമായി വിമർശിക്കുന്നു. യഹൂദ റബ്ബിയായ യേശു സമൂഹത്തിലെ ഹീന ജനവിഭാഗത്തോട് അടുത്ത് ഇടപഴകുന്നത് പരീശന്മാർക്ക് സഹിക്കാൻ വയ്യായിരുന്നു. യേശുവിൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുന്ന ചുങ്കക്കാരുടെയും വേശ്യമാരുടെയും പ്രതിനിധിയായി ഈ ഉപമയിലെ ധൂർത്തപുത്രൻ മാറുമ്പോൾ മടങ്ങി വന്ന മകനെ സ്വീകരിച്ചതിൻ്റെ പേരിൽ പിതാവിനോട് കയർക്കുന്ന മൂത്ത മകൻ സമൂഹത്തിലെ തള്ളപ്പെട്ടവരോടും തഴയപ്പെട്ടവരോടും ചെങ്ങാത്തം കൂടുന്നതിൻ്റെ പേരിൽ യേശുവിനെ വിമർശിക്കുന്ന പരീശന്മാരുടെ പ്രതിനിധിയായിട്ട് മാറുകയാണ്. ഈ ഉപമയിലെ മൂത്ത മകനും പരീശന്മാരും പ്രകടിപ്പിക്കുന്ന പൊതു സ്വഭാവങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, ഒന്ന് സ്വയനീതീകരണമാണ്. താൻ ഈ ഭവനത്തിൽ ഒരു സ്ഥാനവും അർഹിക്കുന്നില്ലെന്നും പിതാവിൻ്റെ കൂലിക്കാരിൽ ഒരുവനായിട്ടെങ്കിലും തന്നെ അംഗീകരിക്കണം എന്നതുമാണ് ഇളയ മകൻ്റെ മനോഭാവം. പിതാവിൻ്റെ മകൻ എന്ന ജന്മാവകാശം പോലും തനിക്കിനി അവകാശപ്പെടാനില്ല എന്നവൻ സമ്മതിക്കുന്നു. എന്നാൽ താൻ വിശ്വസ്തയോടെ അനുസരണക്കേട് കാട്ടാതെ പിതാവിനെ സേവിച്ചു എന്നതിൽ ഊറ്റം കൊള്ളുകയും അവകാശം ഉറപ്പിക്കുകയുമാണ് മൂത്ത മകൻ ചെയ്യുന്നത്. ഈ രണ്ട് പുത്രന്മാരെയും താരതമ്യം ചെയ്യുമ്പോൾ മൂത്തവൻ ധാർമ്മികമായും ആത്മീയമായും ഉയർന്നവനും പിതാവിൻ്റെ ഭവനത്തിൽ പാർത്ത് പിതാവിനെ അനുസരിച്ച് വന്നവനുമാണ്. അതുപോലെ തന്നെ പാപികളായി കുത്തപ്പെട്ടിരുന്ന മറ്റ് വിഭാഗങ്ങളെക്കാൾ ഉയർന്ന നിലവാരമുള്ള ജീവിതം നയിക്കുന്നവരാണ് തങ്ങൾ എന്ന് അഭിമാനിച്ചിരുന്നവരാണ് പരീശന്മാർ. യേശു പരീശരെ എതിർത്തത് അവർ അധാർമികരായിരുന്നു എന്നതുകൊണ്ടല്ല, മറിച്ച് അവർ ദൈവത്തോട് അടുത്ത് നിൽക്കുകയും ദൈവിക സ്വഭാവത്തിൽ നിന്ന് ഏറെ അകലം പാലിക്കുകയും ചെയ്തു എന്നതുകൊണ്ടാണ്. നിയമം അനുസരിക്കുന്നതിൽ ശുഷ്കാന്തിയുള്ളവരും സൽപ്രവൃത്തികളിൽ താല്പര്യമുള്ളവരും ഒക്കെ ആയിരുന്നു പരീശന്മാർ. എന്നാൽ നിർഭാഗ്യവശാൽ ഈദൃശ ഗുണങ്ങളെല്ലാം അവരെ നിഗളികളാക്കി മാറ്റി. ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നവർ തങ്ങൾ മാത്രമാണ് എന്നുള്ള സ്വയപ്രശംസ മറ്റുള്ളവരെ മോശക്കാരായി കാണാൻ അവരെ പ്രേരിപ്പിച്ചു. മൂത്ത മകൻ്റെ സ്വയനീതീകരണം എന്ന പാപം പരീശന്മാരുടെ ഈ നിലപാടിനെ വെളിപ്പെടുത്തുന്നു. പാപികൾ യേശുവിങ്കലേക്ക് വരികയും തങ്ങളിൽ തന്നെ യാതൊരു നീതിയുമില്ലെന്ന് സമ്മതിക്കുകയും ദൈവകൃപയിൽ ശരണപ്പെടുകയും ചെയ്തപ്പോൾ സ്വയം നീതിമാന്മാർ എന്ന് കരുതിയിരുന്നവർ തള്ളപ്പെട്ടു പോയി. നമ്മുടെ ഈ വർഷത്തെ നോമ്പാചരണം സ്വയനീതീകരണം എന്ന പാപത്തിൽ നിന്നുള്ള വിടുതലിന് നമ്മെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മറ്റൊന്ന്, പാപത്തെക്കുറിച്ചുള്ള തെറ്റായ ഒരു മനസ്സിലാക്കലുണ്ട്. തൻ്റെ ഇളയ സഹോദരൻ അവലംബിച്ച മ്ലേച്ഛമായ ജീവിത രീതികൾ മൂത്തവനെ കോപാകുലനാക്കുന്നു. അവൻ തന്നെ കുറ്റമില്ലാത്തവനായി കണ്ടതുകൊണ്ടാണ് തൻ്റെ സഹോദരൻ്റെ കുറ്റം ക്ഷമിക്കാൻ കഴിയാതെ പോയത്. മൂത്ത മകൻ്റെ പാപത്തെക്കുറിച്ചുള്ള തെറ്റായ മനസ്സിലാക്കലാണ് ഇവിടെ പ്രകടമാകുന്നത്.
മൂത്ത മകനും പരീശന്മാരും പാപത്തെ പുറമേയുള്ള ചില സ്വഭാവങ്ങൾ മാത്രമായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത്. അതുകൊണ്ടാണ് തൻ്റെ സഹോദരൻ്റെ പാപങ്ങളെ കഠിനമായി നേരിട്ട മൂത്തവൻ സ്വന്തം പാപങ്ങൾ കാണാതെ അന്ധനായി പോയത്. എന്നാൽ തൻ്റെ പർവ്വത പ്രസംഗത്തിൽ യേശു പാപം ഒരു ബാഹ്യ പ്രവൃത്തി മാത്രമല്ലെന്നും ചിന്താമണ്ഡലത്തിലെ ഒരു ചെറിയ അശുദ്ധി പോലും പാപമാണെന്നും പഠിപ്പിച്ചു. അപ്പൻ്റെ ഭവനം വിട്ടിറങ്ങി ദുർവൃത്തനായി ജീവിച്ച ധൂർത്തപുത്രനാണോ, പിതാവിൻ്റെ ഭവനത്തിൽ അനുസരണയോടും വിശ്വസ്തയോടും ജീവിച്ച മൂത്തപുത്രനാണോ നല്ലവൻ എന്ന് ചോദിച്ചാൽ മൂത്തപുത്രൻ തന്നെ എന്ന് പറയാനായിരിക്കും നമുക്ക് താല്പര്യം. എന്നാൽ ഈ ഉപമയുടെ ഗുണപാഠം രണ്ടുപേരും ഒരുപോലെ മോശക്കാർ എന്നതാണ്. ബോത്ത് ഓഫ് ദം വെയർ ഈക്വലി ബാഡ്. ഭൂമിയുടെ പരപ്പിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്കും താൻ തൻ്റെ സഹോദരനേക്കാൾ, അയൽക്കാരനേക്കാൾ നീതിമാനാണെന്ന് പുകഴ്ത്തി പറയാനാവില്ല. ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറ പുരണ്ട തുണി പോലെ എന്നാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. ചുങ്കക്കാരേക്കാളും വേശ്യമാരേക്കാളും ശ്രേഷ്ഠതയുള്ളവരാണ് തങ്ങൾ എന്നഭിമാനിച്ചിരുന്ന പരീശന്മാരുടെ പുറംപൂച്ചുകളെ തകർത്ത് കളയുന്ന ഒരു ഉപമയാണ് അത്. ദൈവമേ, മറ്റുള്ളവരുടെ പാപങ്ങളെക്കാൾ ലഘുവാണ് എൻ്റെ പാപം എന്ന തെറ്റായ ബോധത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് ഈ നോമ്പിൻ്റെ നാളുകളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മൂത്ത മകൻ്റെ മറ്റൊരു പ്രശ്നം അനുകമ്പയില്ല, അതുപോലെ തന്നെ അസൂയയും അവനിലുണ്ടായിരുന്നു. ഇത് ഒന്ന് മാറി നമ്മുടെ സ്വയനീതീകരണത്തിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ ആ പാപികളിൽ ഞാൻ ഏറ്റവും വലിയവൻ എന്ന ചിന്തയിലേക്ക് മടങ്ങി വരാൻ നമുക്ക് സാധിക്കണം. ഈ നോമ്പിൻ്റെ നാളുകൾ അല്ലെങ്കിൽ വ്രതാനുഷ്ഠാന നാളുകൾ നമ്മെ അതിനുവേണ്ടി പ്രേരിപ്പിക്കണം. അങ്ങനെ ഒന്നില്ലെങ്കിൽ ഞാൻ നീതിമാനാണ്, നല്ലവനാണ്, എനിക്ക് കുറവുകളൊന്നുമില്ല, മറ്റുള്ളവരൊക്കെ മോശമാണ് എന്ന ചിന്താഗതി വെച്ച് പുലർത്തിക്കൊണ്ട് ഈ നോമ്പിൻ്റെ നാളുകളിൽ ഏതനുഷ്ഠാനം നടത്തിയാലും, എന്തെല്ലാം ഭക്ഷണം വർജിച്ചാലും, എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചാലും നമുക്ക് യാതൊരു മാറ്റവും രൂപാന്തരം ഉണ്ടാകാൻ പോകുന്നില്ല. അതെല്ലാം ആവർത്തിക്കപ്പെടുന്ന ചില നമ്മുടെ ചടങ്ങുകളായി പരിണമിക്കാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് ഒരു വിമോചനം നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നോമ്പിൻ്റെ നാളുകളെ നമുക്ക് സ്നേഹിക്കാം, ആചരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് വിശ്വസ്തനായി ഞങ്ങളോട് കൂടെയുണ്ടല്ലോ. അവിടുന്ന് നൽകുന്ന എല്ലാ ഉപദേശങ്ങൾക്കായും നടത്തുന്ന വിധങ്ങൾക്കായും ആലോചനകൾക്കായും നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ വചനം ദിനംതോറും ഞങ്ങളെ ഇങ്ങനെ അങ്ങയുടെ വചനങ്ങളാൽ, വാക്കുകളാൽ ഓർമ്മപ്പെടുത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സ്വയനീതീകരണത്തിൽ നിന്ന് പുറത്തു വരാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പാപങ്ങളെക്കാൾ വലുതാണ് മറ്റുള്ളവരുടെ പാപം എന്ന് ചിന്തിക്കുന്ന തെറ്റായ മനോഗതി മാറ്റാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ തന്നെ ഒന്ന് ഉടച്ചു വാർത്ത് പുതു സൃഷ്ടിയാകാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളിലുള്ള കുറവുകൾ കണ്ടെത്തി ദൈവസന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കാൻ സഹായിക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ മാറാത്ത കരുണയും കൃപയും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അങ്ങയുടെ ആലോചനകളൊന്നും വൃഥാവായി പോകാതിരിക്കാൻ ഞങ്ങളെ സൂക്ഷിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെ, കനിവിൻ്റെ പുതിയ അനുഭവങ്ങളിലൂടെ വഴി നടത്തണമേ. യേശു മശീഹയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.